നമുക്കറിയാം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഇ.കെ. നായനാർ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗ്രാമീണ മേഖലയിലെ പുതിയൊരു കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പോയി. അദ്ദേഹത്തിന് ഓരോ പ്രസംഗവും ഓരോ രീതിയിലായിരിക്കും. ചിലപ്പോൾ ചിരിയുടെ മാലപ്പടക്കം, അതല്ലെങ്കിൽ ചിലപ്പോൾ ക്ഷോഭത്തിൻ്റെ പെയ്ത്ത്, അങ്ങനെ പലതായിരിക്കും. ഈ പ്രസംഗത്തിനുള്ള പുതിയ പദ്ധതിയുടെ പ്രാധാന്യം അദ്ദേഹം ഇങ്ങനെ ജനങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു. പ്രസംഗം തീരുന്നതിന് മുമ്പ് നായനാർ അവിടെ വേദിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരിലേക്ക് തിരിഞ്ഞ് ഒരു അപ്രതീക്ഷിതമായ ചോദ്യം ചോദിച്ചു. ഈ പദ്ധതി എന്നാവും പൂർത്തിയാവുക? ജനങ്ങൾക്ക് എന്ന് കുടിവെള്ളം കിട്ടും? വേദിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അമ്പരപ്പിച്ചു. അവർക്കൊന്നും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. കൃത്യമായ മറുപടി നായനാർക്ക് കിട്ടിയില്ല. ഇത് കണ്ട് നായനാർ ജനങ്ങളെ നോക്കി അർത്ഥവത്തായ ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇവർക്കൊന്നും കൃത്യമായ ഒരു മറുപടിയില്ല. പക്ഷെ നിങ്ങളാരും വിഷമിക്കണ്ട, ഈ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഞാൻ ഉറപ്പുവരുത്തും. വെള്ളം കിട്ടാൻ വയ്യ, എന്നെ നേരിട്ട് വിളിച്ചോളണം. നായനാരുടെ ഈ വാക്കുകൾ കേട്ട് ജനങ്ങൾ ആവേശത്തോടെ കൈയടിച്ചു. പിന്നീട് ഇ.കെ. നായനാരുടെ ഇടപെടൽ കൊണ്ട് മാത്രം ആ കുടിവെള്ള പദ്ധതി അതിവേഗം പൂർത്തിയായി. അത് മറ്റൊരു യാഥാർത്ഥ്യം. പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെയും നടപ്പിലാക്കാൻ ശ്രദ്ധിച്ച ജനനേതാവായിരുന്നു ഇ.കെ. നായനാർ. എല്ലാ നേതാക്കൾക്കും സാധാരണ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അവരുടെ ആശങ്കകൾ മനസ്സിലാക്കാനും അവരുമായി ആത്മബന്ധം സ്ഥാപിക്കാനും കൂടി കഴിയണം. അവർ പറയുന്നത് ചെയ്യാനും കഴിയണം. പ്രോട്ടോക്കോളുകളിൽ ഒതുങ്ങാൻ പാടില്ല. പ്രോട്ടോക്കോളുകളെ അങ്ങനെയൊന്നും പരിഗണിച്ചിട്ടില്ലാത്ത നേതാവായിരുന്നു ഇ.കെ. നായനാർ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാലത്തും ഇ.കെ. നായനാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി പടരാൻ കാരണം. ജനങ്ങൾ ജനകീയമാകുന്നത് ജനമനസ്സുകളെ തിരിച്ചറിയുമ്പോഴാണ്.